അതിശക്തമായ മഴയാണ് വിലങ്ങാട് പെയ്തുകൊണ്ടിരിക്കുന്നത്. വായാട് പാലം അപകടാവസ്ഥയിലായതിനെ തുടർന്ന് ഇപ്പോൾ പാലത്തിലൂടെയുള്ള ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചിരിക്കുകയാണ്. മാത്രമല്ല പാലത്തിന്റെ രണ്ട് ഭാഗത്തെയും അപ്രോച്ച് റോഡ് തകർന്നു എന്ന വാർത്ത കൂടി വരികയാണ്. വായാട് ഉന്നതിയിലേക്ക് എത്താനുള്ള ഏക മാർഗം തടസ്സമായതോടെ ഉന്നതി ഒറ്റപ്പെട്ട അവസ്ഥയിൽ കൂടിയാണ്. അഖില CP നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അഖില, നേരത്തെ നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ ഈ വിലങ്ങാട് മേഖലയൊക്കെ തന്നെ നമ്മളൊരു അതിജീവിച്ച് വന്ന് ഒരുപാട് മുന്നറിയിപ്പുകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഇത്തരത്തിൽ മഴ ശക്തിപ്പെടുന്നത്. അങ്ങനെ നീരൊഴുക്കൊക്കെ ശക്തിപ്പെടുന്ന ഒരു സാഹചര്യം എത്തുമ്പോൾ പാലമൊക്കെ തന്നെ മുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ട്. പ്രദേശമൊക്കെ ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉന്നതിയിലേക്കൊക്കെ പോകാൻ കഴിയുന്ന ഒരു റൂട്ടാണിത്. അവിടെയൊക്കെ ഉണ്ടായിട്ടുള്ള തടസ്സം ജില്ലയിലെ ഏതൊക്കെ മേഖലകളിൽ ഇപ്പോൾ മഴ തകർത്ത് പെയ്യുന്നുണ്ട്, എന്തൊക്കെ അറിയിപ്പുകൾ പ്രധാനപ്പെട്ടതായി ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്? പ്രതീഷ് ആര്യ സൂചിപ്പിച്ചതുപോലെ വലിയ ഭീഷണി നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് വിലങ്ങാട്. അതുപോലെ തന്നെ ഈ വായാട് ഉന്നതിയും. അപ്പോൾ കഴിഞ്ഞ മുൻ വർഷങ്ങളിലെല്ലാം ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഈ ഭാഗത്തുണ്ടായിരുന്നു. ആ ഭാഗത്ത് തന്നെയാണ് പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇപ്പോൾ വായാട് പാലം അടച്ചിരിക്കുന്നത്. അതായത് ഈ വായാട് ഉന്നതിയിലേക്ക് എത്താനുള്ള ഗതാഗത മാർഗം എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാലമായിരുന്നു വായാട് പാലം. അതുകൊണ്ട് തന്നെ വായാട് ഉന്നതി ഇപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അവിടുത്തെ ഉന്നതിയിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഈ വിലങ്ങാട് എത്താനോ അവർക്ക് വിലങ്ങാട് നിന്ന് അങ്ങോട്ട് പോകാനോ സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ വിലങ്ങാട് ഇപ്പോഴും വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പുഴകളിൽ ജലനിരപ്പ് ഉയർന്നതാണ് ഈ ആശങ്കയുണ്ടാകാൻ കാരണം ഈ കോഴിക്കോട് ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതു മുതൽ ഈ വിലങ്ങാട് പ്രദേശത്ത് വലിയ രീതിയിലുള്ള മഴ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ പുഴയിൽ ജലനിരപ്പ് ഉയർന്നത്. വനമേഖലയിലും ശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ ഗതാഗത തടസ്സത്തോടൊപ്പം തന്നെ റോഡുകളിൽ, ഈ പാലത്തിൻ്റെ അപ്രോച്ച് റോഡുകളിലും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഒരു നഴ്സറിയിലെ മതിലും ഇടിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിലങ്ങാട് മേഖലയിൽ വലിയ രീതിയിലുള്ള പറഞ്ഞല്ലോ. അപ്പോൾ അവിടെയുള്ള താമസിക്കുന്ന ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? എത്ര ദിവസം എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. കാലവർഷം കനക്കും എന്നാണ് മുന്നറിയിപ്പുകളൊക്കെ. അപ്പൊ അവിടെയുള്ള കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്നത് ആലോചിക്കുന്നുണ്ടോ? അതായത് ഈ കുടുംബങ്ങൾക്ക് മാറ്റി പാർക്കാനുള്ള അല്ലെങ്കിൽ അവരെ മാറ്റി പാർപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളെല്ലാം കളക്ടർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനാൽ കുറച്ച് പേർ മാത്രമേ ഉന്നതിയിലുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മുഴുവൻ പേരെയും മാറ്റി പാർപ്പിച്ചോ, എത്ര പേര് ഇനിയും ഉന്നതിയിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ലഭ്യമാകാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ നിർദ്ദേശം ആദ്യമേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കാനുള്ളത്. മാത്രമല്ല ഈ ഖനന പ്രവർത്തനങ്ങൾ, ഈ ഉന്നതിയിൽ ജീവിക്കുന്ന ഈ വിലങ്ങാട് പ്രദേശത്ത് ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കണം, ക്യാമ്പുകളിലേക്കോ അല്ലെങ്കിൽ അവരുടെ ഉറ്റ ബന്ധുക്കളുടെ വീട്ടിലേക്കെല്ലാം മാറ്റി പാർപ്പിക്കണം എന്നുള്ള നിർദ്ദേശം കളക്ടറുടെ വിവരങ്ങൾ കോഴിക്കോട് നിന്ന് നൽകിയത്.